പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഈ പകൽക്കാലം ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടി നമ്മൾ സമയമെടുക്കുകയാണ്. വാസ്തവമായിട്ടും ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ വിഷയം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഒരു ഭാഗം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഗലാത്യ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നമ്മുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. നമ്മുടെ ശാപത്തിനും നമ്മുടെ പാപത്തിനും പരിഹാരമായി തീർന്നത് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ നിഷ്കളങ്കരും, എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മാനവകുലത്തെ, പാപം ചെയ്ത് ദൈവസേനയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ മാനവകുലത്തെ നിഷ്കളങ്കരും വിശുദ്ധരുമായി നിർത്തേണ്ടതിന് കർത്താവ് തൻ്റെ പുത്രനെ അയച്ച് നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ടവർക്ക് വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ അവരെ മുദ്രയിട്ടിരിക്കുന്നത് എഫെസ്യ ലേഖനത്തിൽ. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതെന്തിന്? അതിൻ്റെ ഗൗരവം നമ്മളിന്ന് മനസ്സിലാകാതെ പോയി. എന്നെപ്പോലെ പ്രായമുള്ളവർ ഈ വിഷയം പറയുമ്പോൾ ഒരുതരം മൂരാച്ചി സ്വഭാവമാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നാം. എന്നാൽ ആരാധന എന്നുള്ളത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ആരാധന നമ്മൾ സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് നാം മറന്നുപോയി. റോമാലേഖനം 8-ാം അധ്യായം എടുത്ത് 7-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു നിർത്തുന്ന ഒരു ഭാഗമുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കും? അപ്പോൾ നന്മ ചെയ്യാൻ ഇച്ഛിച്ചിട്ടും നന്മ ചെയ്യാൻ കഴിയാതെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന പാപത്തിൻ്റെ പ്രകൃതിയുള്ള പാപത്തിൻ്റെ പ്രമാണം നമ്മുടെ അവയവങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഫിസിക്കൽ മാനിൽ, അല്ലെങ്കിൽ ഈ പച്ചയായ മനുഷ്യനിൽ വ്യാപരിക്കുമ്പോൾ അതിന് ജയിക്കാൻ കഴിയാതെ വന്ന ഒരു മനുഷ്യൻ്റെ രോദനമാണ് നമ്മളവിടെ കേട്ടത്. അതിൽ അദ്ദേഹം പറയുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അപ്പം ഏദൻ പർദീസയിൽ വെളിപ്പെട്ടു പോയ ദൈവസാന്നിധ്യം മാറിപ്പോയ ആ പച്ച മനുഷ്യൻ, അവൻ പാപത്തിന് ഈസ് പ്രോൺ ടു സിൻ, അവന് പാപപ്രകൃതി അവനിലിരിക്കുന്നു. എത്ര അഭിഷേകം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു വ്യക്തിക്കും അവരുടെ കാലയിൽ നമ്മൾ അറിയാതെ കുറച്ച് സമയം ചവിട്ടിക്കൊണ്ട് നിന്നാൽ അവർക്ക് ദേഷ്യം വരും. അവരുടെ വികാരങ്ങൾ ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും, ആളെ പിടിച്ചങ്ങോട്ട് മാറ്റും. അഭിഷേകമില്ലാഞ്ഞിട്ടല്ല, ആ മനുഷ്യന് വേദനയുണ്ട്, ഈ മനുഷ്യനിൽ വേദനയുണ്ട്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളുമായി സംവേദിക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യ വികാരങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ഒരു മാനവകുലത്തെ കണ്ടിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചതും നമ്മുടെ പാപത്തിൽ നമ്മെ വീണ്ടെടുത്തതും നമ്മൾക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം തന്നു. എനിക്ക് ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ തത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ പൗലോസ് പറഞ്ഞു, മരണത്തിന് അധീനമായ ശരീരത്തിനെ ആര് വിടുവിക്കുമെന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യം കൊണ്ട് അത് അവസാനിക്കുന്നില്ല. അടുത്ത വേദഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന്. ആ സ്തോത്രം ചെയ്യുന്ന എന്തിന്? ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നിടത്ത് യേശുക്രിസ്തുവിലൂടെ എനിക്ക് ജയം കിട്ടി. എന്താ ആ ജയം? വളരെ വ്യക്തമായിട്ട് 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത് നമ്മളെ ലോ ഓഫ് ലൈഫ്, ജീവൻ്റെ ലോ ഓഫ് സ്പിരിറ്റ്, നമ്മൾ മറ്റൊരു നിയമത്തിലേക്ക് കൊണ്ടുവരിക. ആളുകൾ എപ്പോഴും ചോദിക്കും, പെന്തക്കോസ്റ്റിൽ വന്നോ എന്നുള്ളതല്ല,
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി പെന്തക്കോസിലല്ല വരുന്നത്. അവർ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇനി ഇത്ര ഗഹനമായ കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമില്ല. അവർക്ക് വളരെ എളുപ്പമുള്ള എൻ്റെ കടം വീടി, എൻ്റെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, എനിക്ക് വീസ കിട്ടി, ഇതൊക്കെ വിടുതലായിട്ട് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിടുതൽ എവിടെയാണ് കിടക്കുന്നത്? യഥാർത്ഥത്തിലുള്ള വിടുതലെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണത്തിലേക്ക് കടന്നു. ദൈവത്തിൻ്റെ പ്രമാണം മോശ മുഖാന്തരം കൊടുത്ത നിയമം, ആ നിയമത്തിന് നമ്മളെ സംരക്ഷിക്കാൻ കഴിയാതെ വന്ന നിയമത്തിൻ്റെ ന്യൂനത കൊണ്ടല്ല, നമ്മുടെ ബലഹീനത കൊണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. ന്യായപ്രമാണം ദൈവത്തിൻ്റെ പ്രമാണം, പക്ഷെ ന്യായപ്രമാണത്തിന് കഴിയാതെ വന്നത് നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട്. നമുക്കെപ്പോഴും ഇതിനെ ജയിക്കാനുള്ള ശക്തിയില്ല. ആ ജയിക്കാനുള്ള ശക്തി ഇല്ലാതെ വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് സംസാരിക്കുമ്പോൾ ഓർത്തോണം. ഗെത്സമനയിൽ അവൻ മരണവേദനയിലായി, അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഒഴുകി, അവൻ പ്രാണവേദനയിലായി എന്ന് പറഞ്ഞിട്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. ബിക്കോസ് ഒരു ഭയങ്കര ക്രൈസിസ്, ഒരു ഇഷ്യൂവിലൂടെ പോകുമ്പം എങ്ങനെയെങ്കിലും ഇത് മാറിക്കിട്ടിയാൽ മതിയെന്ന് പറയുമ്പം തന്നെ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി തന്നെ താൻ കീഴ്പ്പെടുത്തി കൊടുത്തത് തന്നിൽ വ്യാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രസക്തി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ആത്മാവിൻ്റെയും ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം ഇനി ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അപ്പം ന്യായപ്രമാണത്തിലൂടെ ദൈവം മാനവകുലത്തിന് ദൈവത്തിൻ്റെ നീതിയാണ് വെളിപ്പെടുത്തിയത്. പക്ഷേ മനുഷ്യന് തൻ്റെ ബലഹീനത കൊണ്ട് ആ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിഞ്ഞില്ല. ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കുമ്പോൾ തന്നെ നമ്മുടെ ബലഹീനത കൊണ്ട്, ബലഹീനത എന്ന് പറയുന്നതല്ല പാപം, ബലഹീനത നമ്മെ പാപത്തിലേക്ക് നയിക്കും. അപ്പോൾ കൺമോഹൻ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപം ഇതിനെ ജയിക്കുവാനുള്ള ആത്മശക്തിയാ ദൈവം നമുക്ക് തന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഒരു ഹ്യൂമൻ ലോജിക്കിലോ ബുദ്ധിയിലോ കഴിവിലോ ഉള്ളതല്ല, നമുക്ക് കഴിയാത്തതിനെ സാധിപ്പാൻ. അതുകൊണ്ടാണ് റോമാലയൻ 8:4 പറഞ്ഞത്, ഇനി നാം ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടത് തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ നീതിയാണ് വെളിപ്പെടുന്നത്. നമ്മളെല്ലാം പറയുന്ന നീതിയുണ്ട്, ലോകപ്രകാരമുള്ള നീതിയുണ്ട്. റോമാലേഖനത്തിൽ പൗലോസ് പുസ്തകം 10:3 പറഞ്ഞു, അവർ സ്വന്തം നീതി കൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ സ്ഥാപിക്കാൻ ശ്രമിച്ചു. അപ്പം നമ്മുടെ നീതി അല്ല ദൈവത്തിൻ്റെ നീതി. എന്നോട് തെറ്റായ ഒരു കാര്യം ചെയ്ത ഒരാളോട് തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ ലോകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് അങ്ങനെയല്ല പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ നീതി. ഇടത്തെ കരത്ത് അടിക്കുമ്പോൾ വലത്തെ കരണം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കാതം ചോദിക്കുന്നവനോട് 2 കാതം പോവാം, പുതുപ്പ് ചോദിക്കുന്നവന് ഉടുപ്പും കൂടെ കൊടുക്കുക. അപ്പോൾ അതിനകത്തൊരു ഹ്യൂമൻ ലോജിക്കില്ല. ദൈവത്തിൻ്റെ നീതി നമ്മളെ പഠിപ്പിച്ചു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭാഗമുണ്ട് എസ്തേറിനെ കുറിച്ച് പറയുന്നത്. എസ്തേറിനെ കുറിച്ച് പറയുമ്പം ഈ അന്തഃപുരപാലകനായ ഹേഗായി കൊടുത്തതല്ലാതൊന്നും അവൾ സ്വന്തമായി ചോദിച്ചില്ലെന്ന് പറയും. അന്തഃപുരപാലകനായ ഹേഗായി പരിശുദ്ധാത്മാവിന് നിഴലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഹേഗായിക്ക് എന്തറിയാം? രാജാവിൻ്റെ ഇഷ്ടമറിയാം. രാജാവിൻ്റെ ഇഷ്ടമറിയാവുന്ന ഹേഗായി രാജാവിൻ്റെ ഇഷ്ടത്തിനൊത്തതാണ് എസ്തേറിന് കൊടുത്തത്. അപ്പോൾ രാജാവിന് എസ്തേറിനെ കണ്ടപ്പോൾ ബോധിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാവുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് നമ്മളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നടത്തി നമ്മളെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളത്. എന്നെ കേൾക്കുമ്പോൾ എന്നോട് യോജിക്കാത്ത പലരും കാണും. പക്ഷേ ഒരു കാലഘട്ടത്തിൽ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞൊരു തിയോളജി കൊണ്ടുവന്നിട്ട് ഈ ഭൗതികമായിട്ടുള്ള നന്മയാണ് ദൈവം നമുക്ക് തരുന്ന വിടുതലെന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം നാം പാപികളും അഭക്തരും ശത്രുക്കളുമായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. അപ്പം ഇപ്പോൾ നമ്മളെ എത്ര അധികം സ്നേഹിക്കും. പക്ഷെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യതയിൽ നമ്മളെ കൊണ്ടെത്തിക്കാനാണ്. മണവാളനായി കാത്തിരിക്കുന്ന
മണവാട്ടിയായ സഭയെ ചേർക്കാൻ വരുമ്പോൾ തന്നെത്താൻ, അല്ലെങ്കിൽ തന്നെത്താൻ, എപ്പോഴും വെളിപ്പാട് പുസ്തകത്തെ പറയുന്നത് തന്നെത്താൻ. അപ്പോൾ തന്നെ താൻ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു മണവാട്ടി സഭയുണ്ട്. ആ മണവാളൻ്റെ ഇഷ്ടത്തിന് ഒരുക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ദൈവസ്വഭാവം നമ്മളിൽ വെളിപ്പെടുന്നുണ്ട്. നമ്മുടെ സ്വഭാവമല്ല. ഇറ്റ്സ് സോ നാച്ചുറൽ. ഇതൊരു നിസ്സാര വിഷയമല്ല നമ്മൾ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളിൽ ആദ്യം വെളിപ്പെട്ട് വരുന്നത് സാധാരണ ഹ്യൂമൻ നേച്ചർ. നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടും. അവരോട് സൗമ്യമായിട്ട് സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ പൊട്ടിത്തെറിക്കും, നമ്മൾ മറുപടി പറയും, നമ്മൾ റിയാക്ട് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു സത്യം ഞാൻ പറയാം. ഞാൻ 18 വർഷം സത്യാന്വേഷിയായിട്ട് നടന്ന ഒരാൾ. സത്യം എന്താണ്? എൻ്റെ കുടുംബത്തിലൊക്കെ ദാനകർമ്മവും ഔദാര്യദാനവും പുണ്യകർമ്മങ്ങളും പിന്നെ സത്കർമ്മങ്ങളും പള്ളി ഉണ്ടാക്കലും ലോകപ്രകാരം ശ്രേഷ്ഠമെന്ന് പറയുന്ന എല്ലാം ചെയ്തിട്ട് ശാപത്തിൻ്റെ ഒരു നിര തന്നെ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ എന്താണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാനെന്ന് അന്വേഷിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തിൽ വേറെ ബന്ധക്കോസുകാരൊന്നുമില്ല. എൻ്റെ അപ്പനും അമ്മയും ബന്ധക്കോസായിട്ട് ഞാൻ അനുഭവത്തിൽ വന്നായിരുന്നു. ഞാൻ വാസ്തവമായിട്ട് എല്ലാ മാർഗങ്ങളിലൂടെയും സഞ്ചരിച്ച് അവരുടെ അനുഷ്ഠാനങ്ങളെല്ലാം ഞാൻ ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ദൈവശബ്ദം കേട്ടിട്ട് ഞാൻ ഇതിനകത്ത് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വേദപുസ്തകം നമ്മൾ കൊണ്ടു നടന്നിട്ടും പള്ളിയിൽ പോയിട്ടും ദൈവനീതിക്ക് കീഴ്പ്പെടാതെ ദൈവവചനം അനുസരിക്കാതെ ജീവിക്കുമ്പോൾ അന്നേരം അനുഗ്രഹമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, ശാപമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ അത്രയും ഗൗരവമായിട്ടത് പറയുന്നത്. ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ക്ഷണം നേരം കൊണ്ട്, ഒറ്റ മിനിറ്റ് കൊണ്ട്, നമ്മുടെ അല്ല ഒരു സെക്കൻഡ് പോലും എടുക്കുകയില്ല നമ്മുടെ പ്രാണൻ നമ്മളെ വിട്ടുപോകാൻ. അടുത്തതെന്താ? ഞാൻ പാരാസൈക്കോളജി, മെറ്റഫിസിക്സ്, മരണാനന്തര ജീവിതം, അന്നൊക്കെ മഠേത്തരമാണെങ്കിലും മരിച്ചവരുടെ ആത്മാവിനെ വിളിച്ച് സംസാരിപ്പിക്കും. ഞാൻ ദീർഘവർഷങ്ങൾ ഹൈന്ദവ മാർഗം അന്വേഷിച്ചു പോയി, സായിബാബയുടെ അടുത്ത് പോയി, അമൃതാനന്ദമയുടെ അടുത്ത് പോയി, സത്യം അന്വേഷിച്ച് നടന്നവരാണ്. അപ്പോൾ വ്യത്യസ്തമായി പഠിച്ചു വന്ന ഒരു കാര്യം ഇതിനകത്ത് വന്ന് വചനം പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മൾ സ്വന്തം നീതി കൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നീതിക്ക് നമ്മളെ കീഴ്പ്പെടുത്തി നമ്മളെ അതിലൂടെ നടത്താൻ പരിശുദ്ധാത്മാവിനെ തരുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഫലങ്ങൾ ആർക്കുമില്ല. ഈ മാർഗത്തിന് അത്രയും ശ്രേഷ്ഠമായ ഒരു മാർഗമില്ല. ഇതാണ് സത്യമായ മാർഗം. പക്ഷേ ഇന്ന് എന്നെ കാണുന്ന ഒരാൾ ക്രിസ്തുവിനെ ഗോ ആൻഡ് വിറ്റ്നസ് മീ, എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി യേശുവിനെക്കുറിച്ച് പറയാനല്ല, എന്നെ കാണുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ട ഒരു ഭാഗം കൂടെ ഞാൻ പറയാം. ഇത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞത്, നീ മറ്റൊരാളുമായിട്ടൊരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഞാനുണ്ട്. അവരെന്ത് ചെയ്തെന്നല്ല, നീ ചെയ്യുന്നത് എൻ്റെ മുമ്പിൽ ശരിയാണെങ്കിൽ നീ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യണം. അവർക്കും നിനക്കും മധ്യ സാക്ഷിയായി ഞാനുണ്ട്. നീ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ ശരിയാണ് എങ്കിൽ നീ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കൂ. ദൈവത്തിൻ്റെ മുമ്പിൽ ശരിയാണോ തെറ്റാണോ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളുടെ പ്രതിയോഗി ആരാണെങ്കിലും, നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾ ആരാണെങ്കിലും, നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്ന ആരാണെങ്കിലും അവരുടെ പ്രവർത്തിക്കത്തോടെ നമ്മൾ പ്രതികരിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെ വെളിപ്പെടുത്താൻ കഴിയും? നമ്മളെ കാണുന്ന ഒരാൾ യേശുവിനെ കാണും. നമ്മളെ യോഗ്യമല്ലാതെ സംസാരിച്ചായിക്കോട്ടെ. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. അപ്പോൾ ഒരാളോട് ക്ഷമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എങ്ങനെ വെളിപ്പെടുത്തുന്നത്? ഗലാത്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ പറയുന്നു, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണമില്ല. അപ്പോൾ എവിടെയാ പ്രശ്നം നമുക്ക് പറ്റിയത്? പ്രശ്നം പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നും നമ്മൾ ആത്മാവിനെ അനുസരിച്ച് അല്ല നടക്കുന്നത്. റോമലേഖനം 8:14 വളരെ വ്യക്തമായിട്ട് പറയുന്നു, എ ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആർ വി ലിവിങ് ഇൻ സ്പിരിറ്റ്? ഒരു തമ്പാർ അടിക്കുമ്പോഴോ ഒരു പാട്ട് പാടുമ്പോഴോ അല്ല, റൗണ്ട് ദ ക്ലോക്ക് 24 hours ഊണിലും ഉറക്കത്തിലും
പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നടന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിൽ കാണാൻ പറ്റുകയുള്ളൂ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിന്, എന്നാൽ നിങ്ങൾ ജഡമോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറഞ്ഞു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. ഇത് രണ്ട് സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, നാം ഇന്നായിരിക്കുന്ന വീണ്ടെടുക്കപ്പെടാത്ത പച്ചയായ മനുഷ്യൻ, അവന് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അവന് എല്ലാ വികാരങ്ങളും ഉണ്ട്. മറുവശത്ത് ആത്മാവ്, നമ്മളിൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടുകയാണ്. ഇതിനകത്ത് വേറൊരാളുടെ സ്വാധീനമേ ഇല്ല, നമ്മൾ മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഇനിയിപ്പോൾ പോളിയോങ്കിച്ചയോ ബെന്നിഹിനോ അങ്ങനെ ആരും ഇവിടെ വന്നിട്ടല്ല ഇത് ചെയ്യുന്നത്. എന്നിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് അത് വേണ്ട. ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, ഗൗരവമായുള്ള കാര്യമാണെങ്കിൽ പോലും തമാശയായിട്ട് പറയാം. എൻ്റെ കൊച്ചുമക്കൾ ചുമ്മാ ഒരു പാട്ട് പാടി എന്നെ പഠിപ്പിച്ചു. ഒരു പാട്ടാണ്, എന്താ അവരുടേതായ സിനിമാ പാട്ടിൻ്റെ ഒരു ഇതാണ്, അത് വേണ്ടട, അവൾ വേണ്ടട എന്ന് പറഞ്ഞൊരു പാട്ട്. ഇതിൻ്റെ അകത്തെ 2 വാക്കേ ഞാനും പഠിച്ചുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ അത് വേണ്ട, അത് പറയണ്ട, അതിന് പ്രതികരിക്കേണ്ട, അത് ചെയ്യണ്ട എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ, കാര്യസ്ഥനെയാണ് നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂതശാന്തി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരം, ഈ അഭിഷേകത്തെക്കുറിച്ച് ഒരുപാട് പറയുന്ന ഒരു പുതിയ തലമുറ ഇന്നുണ്ട്. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല സന്തോഷിക്കുന്നത്. പക്ഷേ അതിലപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് ദൈനംദിന ജീവിതത്തിൽ നമ്മളോട് ദോഷം ചെയ്ത ഒരാൾ, വ്യക്തിപരമായി നമ്മളോട് യോഗ്യമല്ലാതെ ദോഷകരമായി പെരുമാറിയ ഒരാളോ, അവരെ അനുഗ്രഹിക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പറ്റും. അവിടെയാണ് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നത്. നമ്മളെ ഉപദ്രവിച്ച ഒരാളോട് ദയ കാണിക്കാൻ നമുക്ക് പറ്റും. നമ്മളെന്തിനായി 21 ദിവസം ഉപവാസം നടത്തുകയും ഉപവസിക്കുകയും ചെയ്തു? കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പട്ടിണി ഇരിക്കാൻ. ഇല്ല, പട്ടിണി ഇരുന്ന് നമ്മൾ കളക്ട്രേറ്റിന് മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന പോലെയുള്ള ഒന്നല്ലത്. നമ്മളിലുള്ള ജഡസ്വഭാവത്തെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിന് കളയേണ്ടതിന്, വിട്ടുകളയേണ്ടതിനെ പറ്റിച്ചേരേണ്ടതിനോട് പറ്റിച്ചേരേ. അവനെന്നോട് പറ്റിയിരിക്കുകയാണെന്ന് വചനം പറയുന്ന സങ്കീർത്തനക്കാരൻ പറയും. അപ്പം അവനോട് പറ്റിയിരിക്കാൻ കഴിയാത്തതെന്താ? നമ്മളുള്ള ജഡസ്വഭാവം, പാപസ്വഭാവം. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്. അവൻ എൻ്റെ നാമത്തെ അറിയില്ല, അവൻ എന്നോട് പറ്റിയിരിക്കുക. അപ്പം എവിടെയാണ് ഈ പറ്റിയിരിക്കാൻ സാധിക്കാതെ വരുന്നത്? നമ്മളിൽ പാപസ്വഭാവം വെളിപ്പെട്ട് വരുന്നത്. അതിനെ കീഴ്പ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. നമുക്ക് മറുപടി പറയാൻ അറിയാം, പക്ഷെ പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും സ്പിരിച്വലി ഓഫ് ദ പിന്നെ ഒരു എന്താ പറയുന്നത്, സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മിസ്റ്ററി ഓഫ് ദ സ്പിരിച്വൽ റിസർച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം നടത്തി. എന്താണ് ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ, സ്പിരിച്വൽ മിസ്റ്ററിയുടെ ഇതിൻ്റെ എനിക്കൊരു സംഘടനയുണ്ട്. പിന്നെ അധർമ്മം നടക്കുമ്പോൾ, അല്ല അനീതിയായിട്ട് നടക്കുമ്പോൾ അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ സത്യം അന്വേഷിച്ച് ആളുകൾക്ക് നീതി നടത്തി കൊടുക്കും. അങ്ങനെ എനിക്കൊരു സംഘടനയുണ്ട്. അതിന് അതിപ്പോൾ അന്നൊക്കെ ഞാൻ ആളുകളോട് പറയുന്ന ഒരു ആഹ്വാനം ചെയ്യും. ഞാൻ അവരുടെയൊക്കെ നേതാവ്. അപ്പം ഞാൻ പ്രതികരിക്കാൻ ശക്തി വേണം, പ്രതികരിക്കണം. അധർമ്മത്തോട് എതിർക്കുന്നതാണ് ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്. ഇന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ച് പ്രതികരിക്കാതിരിക്കാൻ ശക്തി വേണം. ഒന്ന് പറയുമ്പോൾ 2 പറയാൻ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു കൃപയും അതിന് വേണ്ട. നമ്മളോട് ദേഷ്യപ്പെടുന്നവരോട് തിരിച്ച് ദേഷ്യപ്പെടാനും, നമ്മളെക്കുറിച്ച് ദോഷം പറയുന്നവരെക്കുറിച്ച് ദോഷം പറയാനും യാതൊരു ദൈവകൃപയും വേണ്ട. പക്ഷേ അത് പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് ദൈവശക്തി വേണം. അത് പ്രതികരിക്കാതിരിക്കുമ്പോഴേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം വെളിപ്പെട്ട് വരും. അപ്പം നമ്മളുടെ ജഡമനുഷ്യനെ പിടിച്ച് നിർത്തി പരിശുദ്ധാത്മാവിൻ്റെ റെലവൻസ് എവിടെ? അതിനെ കീഴ്പ്പെടുത്താൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമാണ് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4 തൊട്ടുള്ള വാക്യങ്ങൾ.
നാം ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പോൾ അവയാൽ സകല സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഞാനിത് പരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഒരാൾ ഇറിറ്റേറ്റ് ചെയ്തു അല്ലെങ്കിൽ നമുക്കൊരു നീരസം തോന്നുമ്പോൾ, അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ പൊങ്ങുമ്പം ഈ വാക്യം വെച്ചിട്ട് ഞാൻ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന സകല ചിന്തകളെയും ഞാൻ ക്രിസ്തുവേശുവിൽ പിടിച്ചടക്കുകയാണെന്ന് പറയുമ്പോൾ ആ ചിന്ത നമ്മളെ വിട്ടുപോകും. ഇത് സത്യം പറഞ്ഞാൽ ഒരു സിമ്പിൾ കാര്യം, ബട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. കാരണം ഈ തോട്ട്സാണ് നമ്മുടെ മൈൻഡിലേക്ക് ദൈവം തരുന്നതും പിശാച് തരുന്നതും. അപ്പം യോഗ്യമല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു കേട്ടു എന്ന് പറയുമ്പോൾ പ്രതികരിക്കുക എന്ന് ഒരു വശത്തു നിന്ന് നമ്മുടെ പ്രതിയോഗി പറഞ്ഞു തരും, കൊടുക്കവന് രണ്ടെണ്ണം, അവനോട് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ മറുവശത്ത് അത് വേണ്ട എന്ന് പറഞ്ഞ് ആ ചിന്തയെ പിടിച്ചടക്കാൻ പരിശുദ്ധാത്മാവ്. അപ്പം നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ. അവയാൽ സങ്കല്പങ്ങളും വിചാരങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി വരുന്ന സകല ഉയർച്ചകളെയും പിടിച്ചടക്കണം. ടേക്ക് ക്യാപ്റ്റീവ്. ആ ചിന്തയെ പിടിച്ചടക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് അവരോട് ക്ഷമിക്കാനോ ദയ കാണിക്കാനോ അവരെ സ്നേഹിക്കാനോ ഒക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ തസ്തികയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണം. സൺഡേ വർഷിപ്പിന് വരുമ്പോൾ നമ്മൾ പാട്ടുപാടി ആരാധിക്കും, സമ്മതിച്ചു, സന്തോഷവും. വിശേഷിച്ച് നല്ല സൗണ്ട് സിസ്റ്റവും നല്ല ഒരു വർഷിപ്പ് ലീഡറും ഒക്കെ ഉണ്ട്, അതിമനോഹരമായി നമ്മളും അത് ആസ്വദിക്കും. പക്ഷേ ആ സൺഡേ നമ്മൾ ചർച്ചയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ അടുത്ത സൺഡേ വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുത്താനായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ന്യായപ്രമാണ അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നു. അന്ന് ഇവർക്ക് നിയമമുണ്ട്. പക്ഷെ ആ നിയമം പരാജയപ്പെട്ടെടുത്താണ് ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ പാപപ്രകൃതിയെ കീഴ്പ്പെടുത്തി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുത്താൻ. ഇനി ഞാൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കട്ടെ, ഒരു മരത്തെ എന്തുകൊണ്ട് തിരിച്ചറിയും? ഇപ്പോൾ ഒരു പ്ലാവിനെ നോക്കി ചക്ക കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊരിക്കലും പറയത്തില്ല ഇത് മാവാ, പറയില്ല. ചക്കയാണ് കിടക്കുന്നത്, അത് പ്ലാവ് തന്നെയാണ്. കാരണം ചക്ക കണ്ടപ്പോൾ അത് പ്ലാവാണ് എന്ന് മനസ്സിലായി. അപ്പം ഒരു വ്യക്തി എങ്ങനെ തിരിച്ചറിയില്ല? ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയുന്ന പോലെ ആർ യു എ ചൈൽഡ് ഓഫ് ഗോഡ്? നീ ഒരു ദൈവ പൈതലാണോ? രണ്ട് സംഭവമേ ഉള്ളൂ. നമ്മളെ ജനം ഇന്ന് വളരെ കൺഫ്യൂസ്ഡാണ്. നമ്മൾ പറയും അവർ ജാതികളാ, അവർ സമുദായക്കാരാ, ഇനി ഇവർ IPC-ക്കാരാ, മറ്റവർ ചർച്ച ബോർഡുകാരാ, ഇവർ സ്വതന്ത്രരാ, 100 കാര്യങ്ങൾ പറയും. ഇതൊന്നും ഇവിടെ റെലവൻ്റ് അല്ല. ദൈവവും ദൈവത്തിൻ്റെ മക്കളും, ലോകവും ലോകത്തിൻ്റെ മക്കളും. ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായിത്തീർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ നമുക്ക് വെളിപ്പെടുത്തണമെങ്കിൽ അത് നമുക്ക് പരിശുദ്ധാത്മാവിന് കാര്യസ്ഥനിൽ നിന്ന് അകത്തുണ്ട്. പ്രമാണം ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി തരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തന്നെന്ന് വെച്ചാൽ 24 hours എവിടെ പോയാലും വേണ്ട, അങ്ങോട്ട് പോകണ്ട, വേണ്ട, അത് ചെയ്യണ്ട, അത് ശ്രദ്ധിക്കണ്ട, അതിന് മറുപടി പറയണ്ട, വേണ്ട, ദൂഷണം പറയണ്ട, അത് കേൾക്കണ്ട, അതിന് ശ്രദ്ധ കൊടുക്കണ്ട. ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യസ്ഥനായി ഇരുന്നേ പറ്റുകയുള്ളൂ. കഴിഞ്ഞ ദിവസം I'm so sorry to say that, ഞാൻ ആരെയും വിമർശിക്കാമല്ലോ, നെറ്റിനകത്ത് യൂട്യൂബിൽ കിടന്ന കുറേ കാര്യങ്ങൾ ഞാനത് വെറുതെ ഒന്ന് കേട്ടു. ആദ്യമായിട്ട് ഞാൻ കേട്ടു. തൊട്ടടുത്തിരുന്ന എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ എന്താ കേൾക്കുന്നത്? ഞാൻ ഇതിനകത്ത് ഏതാണ്ട് കിടന്നാൽ ഞാൻ വെറുതെ ഒന്ന് കേട്ടു. ഇതൊക്കെ കേട്ടാൽ ആര് നിങ്ങളുടെ അടുത്ത് വരും? നമ്മൾ നമ്മളെ തന്നെയാണ് ചോദന ചെയ്യും. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമയം. ആരെയും വിധിക്കാൻ നമുക്ക് അനുവാദമില്ല. നമ്മൾ നമ്മളെ തന്നെ വിധിക്കാനല്ലാതെ സമൂഹത്തിൽ കാണുന്നതിനെല്ലാം വിമർശിക്കാനും. ഇന്നത്തെ എന്താ ഈ നടക്കുന്ന വാസ്തവമായിട്ട്? തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ അന്ത്യകാലത്ത് ദുഃഖ സമയങ്ങളിൽ ഉണ്ടാകും മനുഷ്യ സ്വസ്നേഹിക്കുന്നു. പമ്പ് പറയുന്നു,
ഏഷണിക്കാരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും അജിതേന്ദ്രന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ വഹിക്കും. എന്നല്ല നമ്മൾക്ക് ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷേ അതിൻ്റെ ശക്തിയുടെ അതിൻ്റെ ശക്തി വെളിപ്പെടുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുത്തും. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല, ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയും. കഴിഞ്ഞ സാറ് എന്നെ ഒരാളെ അന്ന ആൻറ്റി പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് അങ്ങനെ വന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. എല്ലാവരെയും അനുഗ്രഹിക്കാനേ നമുക്ക് പ്രമാണമുള്ളൂ. വേറെ ഒരു വകുപ്പ് ഇതിനകത്തില്ല. ഇന്ത്യൻ പീനൽ കോഡ് IPC എന്ന് പറഞ്ഞ വകുപ്പുകൾ പറയുന്ന പോലെ പുതിയ നിയമത്തിനകത്ത് വേറെ വകുപ്പില്ല. ഇന്ന് ഇത് വേറൊരു ദിശയിലേക്ക് ഇത് സഞ്ചരിക്കുക. ഒരു കൺവെൻഷൻ നടന്നു. നമ്മുടെ ചർച്ചയിൽ എത്രയും വരട്ടെ കൺവെൻഷൻ. നമ്മൾ നടത്തിയ കൺവെൻഷനിൽ ആളുകൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ ദൈവരാജ്യത്തിൽ അവരവിടെ. ഏത് ചർച്ചയിൽ അവർ പോയാലെന്നെ, അവരേത് ചർച്ചിൽ പോയാലെന്നെ അവർക്ക് സൗകര്യമുള്ളിടത്ത് അവർ പോകട്ടെ. ഞാനും എൻ്റെ ഈ ക്രോസ് തന്നെ എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? ഒരായി ക്രോസ് ചെയ്യുക. ഞാനില്ല, ഇത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം യേശുക്രിസ്തു വന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നെ. ദൈവരാജ്യത്തിനകത്ത് വരുമ്പോൾ ഇവിടെ സംഘടനകളില്ല, ഞാനില്ല, എൻ്റെ ഇല്ല. ഇറ്റ്സ് സ്വർഗത്തിലാണ് നമ്മുടെ പിതാവ്. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ വാസ്തവമായിട്ടും വേറൊരു വെളിപ്പാടിലോട്ട് വന്നേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഏതൊരു വ്യക്തിയും ദൈവരാജ്യത്തിൽ വരുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അവയവമാണ്. മറ്റൊരു അവയവത്തെ മുറിപ്പെടുത്താനോ വേദനിപ്പിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഒന്നും നമുക്ക് നമ്മൾ തന്നെ എവിടെന്നെങ്കിലും ചെളി വാരി നമ്മുടെ ദേഹത്ത് തേക്കും ഇല്ല. ഇപ്പം എവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ പോയി? മടങ്ങി വരേണ്ട സമയമായി. കൊക്കും മികൾ പക്ഷിയും അതിൻ്റെ കാലം അറിയുന്നു. ഇത് കർത്താവിൻ്റെ വരവേറ്റ സമയം. എനിക്ക് ഇപ്പം മുഴുവൻ ഇന്നിപ്പോൾ പറയുന്ന ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ നടക്കുന്ന ഒരു വിഷയം പോലും എല്ലാം ഡിജിറ്റൽ ചെയ്തു, എല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻ ആക്കി, എല്ലാം ഇത് വരാൻ പോകുന്ന സംഭവങ്ങൾക്ക് ഇതിൻ്റെ നന്ദിയാണിത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വസ്തുത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇന്ന് എൻ്റെ പ്രാണനെ ചോദിച്ച് എൻ്റെ നിത്യത ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. എനിക്ക് കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല, നമുക്കുള്ളതൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളുടെ നിത്യത നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നിത്യതയിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നമ്മളെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാണ്. എന്നെ വളരെ മുഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, എന്നെ വളരെ വേദനിപ്പിച്ച് എന്നോട് ഒരു ബുദ്ധിമുട്ട് കാണിച്ച ഒരാളുണ്ട്. വീണ്ടും പുള്ളി എന്നോട് ഇടപെടാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു, വേണ്ട, എന്തിനാ അത് പുകഞ്ഞ പുള്ളി പുറത്ത്. അപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു ഒരു കാര്യം, ഇത് പഠിക്കാറില്ല. കർത്താവ് എന്നോട് ചോദിച്ചു, ഞാൻ എന്നോട് ക്ഷമിച്ചവർ നിനക്ക് ക്ഷമിക്കാൻ പറ്റും? ഞാൻ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ കേട്ടില്ല. അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായോ? അയാൾ ചെയ്തത് എന്താണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് അയാൾ ചെയ്തത്. ഞാൻ ആ വ്യക്തിയെ വീണ്ടും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെടുത്താൻ. അപ്പം ഇത് ക്ഷമ അല്ല, ദീർഘക്ഷമ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 5 പ്രാവശ്യം തെറ്റ് ചെയ്താലും നമ്മുടെ കുഞ്ഞുങ്ങളോടൊന്നും ക്ഷമിക്കത്തില്ല. 1-2 പ്രാവശ്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമുക്ക് ഇനിയും എൻ്റെ വീട്ടിൽ കയറണ്ടാന്ന് നമ്മൾ പറയും. എത്ര പ്രാവശ്യം നമ്മൾ ക്ഷമിക്കും? അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ വെളിപ്പെടുത്താതെ പാപസ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പൈശാചിക ശക്തികൾ, അതിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് ദൈവശക്തിയാൽ നമ്മൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഫലം വെളിപ്പെടുകയുള്ളൂ. ഇതൊരു പ്രസംഗ വിഷയമല്ല, ഇത് ശരിക്കും പ്രസംഗിക്കാനുള്ളതല്ല. ഇറ്റ്സ് വെരി ഹാർഡ്. ഇത് വളരെ കാര്യം നമ്മൾ ജീവിക്കുന്ന ഈ പച്ചയായ മനുഷ്യന് ഇതിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ഇതൊരു സാധാരണ മനുഷ്യനെ പോലെ. ഇതിന് ചൂട്, ഫാൻ ഓഫായിപ്പോയി, കറണ്ട് പോയ ഉടനെ നമുക്ക് അയ്യോ ചൂടെന്ന് നമ്മൾ പറയും. നമ്മളിൽ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവിക്കാതിരിക്കും. നമ്മൾ ചൂട് അനുഭവിക്കും. ഈ വേനൽ നമ്മൾ ഭയങ്കര ചൂടിന് നമ്മൾ വെള്ളം കുടിക്കും. ഈ വീണ്ടെടുക്കപ്പെടാത്ത മനുഷ്യന് ഇതെല്ലാം ആവശ്യമാണ്. അപ്പം ഈ വീണ്ടെടുക്കപ്പെടാത്ത മനുഷ്യനെ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏദൻ പറുദീസയിൽ വെളിപ്പെട്ട് വന്ന ജഡമനുഷ്യൻ അകത്ത് പോകണം. ഏദൻ പറുദീസയിൽ അന്ന് ആദം ഹവ്വ ദമ്പതിമാർ മരിച്ചു, പാപം ചെയ്യുമ്പോൾ നിങ്ങൾ മരിച്ചു. ആ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടന്നെങ്കിൽ ആ മനുഷ്യൻ പുറത്ത് വരണം.
നമ്മളിലെ ദൈവസാന്നിധ്യം പുറത്തു വരണം. നമ്മൾ സാധാരണ മനുഷ്യൻ ജഡമനുഷ്യനകത്ത് പോകണം. അതാണ് ഇതിനകത്ത് നടക്കേണ്ടത്. അത് നടക്കാതെ നമ്മൾ ശരി അസംഗത്തനം വായിക്കുന്നുണ്ട്, പ്രബോധിപ്പിക്കുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, കൈ അടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കൊടുക്ക വാങ്ങലുകൾ നമുക്കത് പ്രായോഗികമാക്കാൻ കഴിയുന്നുണ്ട്. സ്നേഹം, ഇന്ത്യ സ്നേഹം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ശരിക്കും നമ്മളൊന്ന് ശരിക്കും പഠിക്കുകയാണെങ്കിൽ, ഇന്ന് മീഡിയ എടുത്തു കഴിഞ്ഞാൽ പീഡനങ്ങളുടെ ഒരു പരമ്പര. എൻ്റെ വിചാരത്തിൽ, അത് എൻ്റെ മാത്രം ഒരു വിചാരം, സാധാന്യ മണ്ഡലങ്ങൾ ഈ പൈശാചിക ശക്തികൾ തന്നെ ലോകത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ നടക്കുന്നു. ഇതിലൊന്നിനു പോലും ഹൈലൈറ്റ് കൊടുക്കാതെ ഈ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള പോയിന്റ്സിന് ഹൈലൈറ്റ് കൊടുക്കുക. അപ്പോൾ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറ എന്താ കാണുന്നത്? അടുത്ത തലമുറയെ നശിപ്പിക്കാൻ അവരുടെ ചിന്താമണ്ഡലത്തിൽ. ഇപ്പം എൻ്റെ കുട്ടികളുമായിട്ട്, പേരക്കുട്ടികളുമായിട്ട് എനിക്കിരുന്ന് ഒരു TV ന്യൂസ് പോലും കാണാൻ പറ്റിയല്ലോ. 7 വയസ്സുള്ള എൻ്റെ കൊച്ചുമോൻ ചോദിക്കുക, എന്താ പീഡനം? ഞാൻ എന്താ പറയുന്നത്? ഇത് വാസ്തവത്തിൽ നമ്മൾ എതിർക്കണ്ടേ? ഈ ന്യൂസുകളൊക്കെ ഇതൊക്കെ സെൻസർ ചെയ്യണം. ഇതെന്തിനാ ഇങ്ങനെ കൊണ്ടുവരുന്നത്? അപ്പോൾ ഒരു കൂട്ടം ആളുകളിലേക്ക് യോഗ്യമല്ലാത്ത ചിന്തകൾ കടത്തിവിടുക. എന്തിനാ അങ്ങനത്തെ ചിന്ത? സ്വാത്വികമായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമുക്കുണ്ട്. എത്രയോ പേർ സാധുക്കളെ എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിക്കുന്നുണ്ട്. എത്രയോ പേർ അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. സാത്വികമായ ദൈവ സ്വഭാവമുള്ളതിനെ ഒട്ടും ഹൈലൈറ്റ് ചെയ്യാതെ പൈശാചിക മണ്ഡലങ്ങളെ മാത്രം ഇതിപ്പോൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ കോടി ജനങ്ങളുള്ളിടത്താണ് ഈ 1, 2, 3, 5 നടക്കുന്നത്. ഇതിലപ്പുറമായിട്ട് സാത്വികമായ കാര്യങ്ങൾ നടക്കുന്നില്ല, സൽക്കർമ്മങ്ങൾ നടക്കുന്നില്ല. അതൊന്നും എന്താ ഹൈലൈറ്റ് കൊടുക്കാത്തത്? വഴിയിൽ കിടക്കുന്നവരെ എടുത്തുകൊണ്ടുപോയി, അല്ലെ തളർന്നു വീണ ഒരാളെ കൈ കൊടുത്തു സഹായിച്ചു, ഇതൊക്കെ എന്താ ഹൈലൈറ്റ് ചെയ്യാത്തത്? അപ്പം അടുത്ത തലമുറയുടെ മൈൻഡിനെ കറപ്റ്റാക്കുക. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന അടുത്ത തലമുറ കർത്താവിൻ്റെ സ്വപ്നമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും സെക്യുലർ കോളേജിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ, കൈമാറാൻ നമുക്ക് എന്തുണ്ട്? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ഞാൻ ഇപ്പം നമ്മളെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറയും. തുടങ്ങുന്നത് അവനവൻ്റെ ഭവനത്തിൽ. എൻ്റെ വീട്ടിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത്. അപ്പനും അമ്മയും തമ്മിൽ ആർഗ്യുമെൻറ്റും, പിന്നെ തമ്മിൽ വഴക്കുണ്ടാക്കുക, അലിഗേഷൻസ് പറയുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതൊക്കെ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങളിൽ നമ്മളെന്താ, ഇവരുടെ മൈൻഡിൽ എന്താ കൊടുക്കുന്നത്? ഒരുപാട് കുടുംബജീവിതങ്ങൾ വേർപെട്ടു പോകുന്നുണ്ട്. ആ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ കാണുന്നു. ആ കുഞ്ഞുങ്ങൾ എന്ത് കണ്ടാ വളരുന്നു? സ്നേഹം അവർ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇങ്ങനെ വാട്സാപ്പിൽ എന്തിനകത്ത് വായിച്ച ഒരു മെസ്സേജ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഒരു സ്ത്രീക്ക് ത്വക്ക് രോഗം വന്നിട്ട് അവരങ്ങ് വളരെ വിരൂപമാണ്. ആ സമയത്ത് ഇവരുടെ ഭർത്താവ് അന്ധനാണ്, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞില്ലാതെ. ഈ സ്ത്രീ എന്നിട്ട് ഇദ്ദേഹത്തെ പരിചരിക്കും. ആ സ്ത്രീ അന്ന് അവർ ത്വക്കിന് വളരെ വളരെ വൈകൃതമായിട്ട് അവർ ചെയ്യും. അവർ മരിച്ചു, ആ രോഗത്താൽ മരിച്ചു, അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരും അടുത്തു നിന്ന് ഒരാൾ ചോദിച്ചു, ഇനി നീ എങ്ങനെ പോകുന്നത്, നിന്നെ ആരാ ഇനി ഹെൽപ്പ് ചെയ്യുന്നത്? ഇത്രയും നാൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യും. പുള്ളി അവരോട് പറഞ്ഞു, എന്നെ ആരും ഹെൽപ്പ് ചെയ്യണ്ട, എൻ്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. അവൾക്ക് വന്ന വൈകൃതം ഞാൻ കണ്ടു എന്ന് അറിഞ്ഞ് വേദനിക്കാതിരിക്കാൻ ഞാൻ അന്ധനെ പോലെ അഭിനയിച്ചത്. എന്തൊരു സ്നേഹമെന്ന്, എത്ര ഉദാത്തമായ ഒരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കാനും കർത്താവിൻ്റെ സ്നേഹമല്ല, ആരും നശിച്ചു പോകാതിരിക്കേണ്ട അല്ലേ? ആ സ്നേഹം പരാജയപ്പെടുത്തൽ ലവാണ് അല്ലേ? നിയമം പരാജയപ്പെടുത്തത് സ്നേഹം കൊണ്ടാണ്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഇടപെടുന്ന വ്യക്തികളോട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ
നമ്മൾ ഒന്നിച്ചെങ്ങനെയാണ് സ്വർഗത്തിൽ വസിക്കുന്നത്? ചിന്തിച്ച് നോക്കിയില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ടാകണം. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തണം. നമ്മളൊരാളോട് പറയാൻ വരുമ്പം ഉറക്ക സംസാരിക്കാൻ, ദേഷ്യപ്പെടാൻ വരുമ്പം അതിനെ ജയിക്കണം. ആ സാരമില്ല പോട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിയും. അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അമ്പേ പരാജയമുണ്ട്. ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഒരു പക്ഷത്തെ സിസ്റ്റത്തിൽ നമുക്ക് ഈ സമൂഹത്തിൽ നല്ലൊരു ജോലി കാണുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ധാരാളം പണം ഉണ്ടാക്കി കാണും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ നാം ചെയ്യുന്ന ഓരോന്നിനും കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം അന്ന് അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ മാത്രമല്ല, ഇന്ന് വരങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഫലങ്ങൾ എവിടെ? ടു ഗീവ് ആൻഡ് ഫോർ ഗീവ്. നമ്മളങ്ങനെയല്ല, ഇന്ന് ടു ഗെറ്റ് ആൻഡ് ഫോർ ഗെറ്റ് അല്ലേ? ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ വന്നാൽ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നാൽ നമ്മൾ ഒത്തിരി ഉപചാരങ്ങൾ കാണിക്കും, അവരോട് കഴിക്കാൻ പറയും, ഇരിക്കാൻ പറയും, എല്ലാം ചെയ്യും. ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നാൽ വേഗം നമ്മൾ ഒഴിവാക്കും ഇല്ലേ? അത് ഏത് മനുഷ്യനും ചെയ്യുന്നതല്ലേ? ലോകത്തിലുള്ള ഏത് മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമാണ്. തിരിച്ച് നമ്മളെ ബുദ്ധിമുട്ടിച്ച ഒരാളെ നമുക്ക് അവർ ഉപചാരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കാൻ കഴിയുമോ? അവരോട് നന്നായി പെരുമാറാൻ കഴിയുമോ? അവരോട് സ്നേഹം കാണിക്കാൻ പറ്റുമോ? അല്ലേ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചത് കൊണ്ട് എന്ത് ഫലം? നമ്മൾ ഉപദ്രവിച്ചവരെ സ്നേഹിക്കാൻ കഴിയുമോ? അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വന്നെങ്കിലും ആക്ച്വലി പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെന്നെ യേശു ക്രിസ്തു നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടറിന് മാറ്റം വരണം. നമ്മളിൽ ആ മാറ്റം വരണം. നമ്മളിന്ന് എല്ലാവരെയും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമ്മളിൽ മാറ്റം വരണം. എനിക്ക് അഹിതമായി പെരുമാറിയ ഒരാൾ സാരമില്ല, അതങ്ങനെ സാരമില്ല, വിട്ടേ അത് പറയാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യമാണ്. എൻ്റെ ഓഫീസ് ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു. ഞാൻ അവരോട് വാടകയും മേടിച്ചിട്ടില്ല, ഒന്നും മേടിച്ചിട്ടില്ല, എറണാകുളത്ത് ഓഫീസ്. ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് അത് അവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, മറ്റൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ അത് ഓർമ്മപ്പം അതിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻ വിച്ഛേദിച്ച് കിടക്കുക. ഇനി അവിടെ ഒരു കണക്ഷൻ ഇല്ല, പുതിയതായിട്ട് അപ്ലൈ ചെയ്യും. എനിക്ക് ശരിക്കും പ്രയാസം തോന്നി. ഒന്നേന്ന് ഞാൻ ഇനിയും പോയി ഒരു പുതിയ കൺസ്യൂമറായിട്ട് ചെയ്യും. നമ്മൾ സാരമില്ല, ഞാനത് ശരിയാക്കിക്കോളാം. അത് എന്നിലുള്ള ദൈവസ്നേഹം കൊണ്ടാണ്. സാരമില്ല, അതങ്ങനെ സംഭവിച്ചു. ഒന്നാമത് സംഭവിച്ചു പോയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി പറഞ്ഞിട്ട് കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഒന്നും നമുക്ക് നിർത്താൻ സംഭവിക്കാതിരിക്കാൻ സാരമില്ല, ഞാൻ അതിന് മെനക്കെട്ടോളാം, സാരമില്ല എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിന്? സാധാരണ ഏത് വ്യക്തിയും പോലെ അവരെ യൂട്ടിലൈസ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ കൊണ്ട് തന്നെ എൻ്റെ ഒന്നും ആവശ്യമില്ല. അതങ്ങനെ സംഭവിച്ചു. അവരും ബോധപൂർവം ചെയ്താലും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. വൈക്കണ്ടി നമുക്കതങ്ങ് വിട്ടേരും, അത് ചെയ്യാം, സാരമില്ല. ബുദ്ധിമുട്ടുകൾ ആളുകൾ വരുമ്പോൾ വലിയ സങ്കടം പറയുമ്പോൾ ഞാൻ പറയും ചെറിയ കാര്യങ്ങൾ ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു കിഡ്നി ഫെയിലറോ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നമോ ഒരു മാരകമായ രോഗമോ വാസ്തവത്തിൽ നമ്മൾ ഒത്തിരി പ്രസംഗിക്കേണ്ട. RCCയിലൊക്കെ ഒന്ന് ചെന്ന് നോക്കിയാൽ മതി. ഇന്ന് ദൈവം നമുക്ക് ഇരിക്കുന്ന നന്മകൾ എത്രയാണെന്ന് മനസ്സിലാക്കാനും ദൈവത്തെ സ്തുതിക്കാനും പരാതി പറയുന്നവരല്ല, സങ്കടം പറയുന്നവരല്ല, നന്ദി പറയുന്നവരല്ല. ആ ദൈവസ്നേഹം വെളിപ്പെടുത്താം. നമുക്കെന്താ യോഗ്യത? അത് സപ്പോസ് പറഞ്ഞ് ഞാൻ അയക്കുന്ന കൃപയാലോ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. ഫലങ്ങൾ പറയാനാണ് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുക. ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപിക്കും. നമ്മെക്കൊണ്ട് നെഗറ്റീവായിട്ടുള്ള യോഗ്യമല്ലാത്ത ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചിന്തിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ പ്രതിഭ ചെയ്യുന്നത്. ഏതൻ പർദീസയിലും അത്രയുമേ ചെയ്തുള്ളൂ. വലിയ കൊമ്പും തുമ്പിക്കയുമായിട്ടൊന്നും വരത്തില്ല. ദൈവം വേണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യം അവരെ സ്വാധീനിച്ച് ചെയ്യിച്ചു. ഇന്നും ചെയ്യുന്ന അതാണ്. അപ്പം ഞാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വരുമ്പോൾ അത് വേണ്ട എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഫലം വെളിപ്പെട്ട് വരും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമില്ലാത്തവരായിട്ടിരുന്നാൽ നമ്മളിലെ യേശുക്രിസ്തുവിനെ എങ്ങനെ നമ്മൾ വെളിപ്പെടുത്തും?
സത്യത്തിൽ പത്രോസിൻ്റെ ലേഖനം എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ, ഈ ഒരുപാട് അധ്യായങ്ങൾ എഴുതിയില്ലെങ്കിലും ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ കൂടെ ഗൗരവമുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അവിടെ വാസ്തവത്തിൽ പിന്നെ 2 പത്രോസ് 1 പറയുന്നു, നമ്മെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. അപ്പം ആ ശക്തി നമുക്ക് തന്നത് എന്തിനാ? 1 പത്രോസിനകത്ത് പറയാണ്, പിന്നെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നോക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ എഴുതുന്ന യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മൾ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. അപ്പം ഒരു പ്രാവശ്യം നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് അവൻ രണ്ടാമതും വരുമ്പോൾ അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ, അപ്പം ഈ വിശ്വാസത്തെ വരണമെങ്കിൽ ദൈവശക്തി നമ്മളിൽ വെളിപ്പെടണ്ടേ? ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയമാലിന്യം മാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ അല്പനേരം നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ഒരു ദൈവശക്തിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 പത്രോസിൽ പറഞ്ഞിരിക്കുന്നത്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും ഈ വീര്യമെന്ന് പറയുന്നത് സെൽഫ് കൺട്രോളാണ്. ഒരു 3 ഹല്ലേലൂയ അതിശക്തമായി കരങ്ങൾ ഉയർത്തി 3 പറഞ്ഞെന്ന് പറയുമ്പോൾ 5 പറയുന്നതിനകത്തല്ല വീര്യം. ആത്മസംയമനം എന്ന് പറയുന്ന കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിലുണ്ടെങ്കിലൊക്കെ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും സൽക്കണ്ടവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഈ ഫലങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അങ്ങോട്ട് പ്രവേശനം ലഭിക്കത്തുള്ളൂ. ഞാൻ 50 വേദികളിൽ പ്രസംഗിച്ചു. ഞാൻ കൈവച്ചപ്പോൾ രോഗി സൗഖ്യമായി. അവിടെ നിൽക്കട്ടെ. എനിക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ, അതാ പറയുന്നില്ലേ, ഞങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ നിന്റെ നാമത്തിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല അല്ലേ എന്ന് പറയത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. പക്ഷേ എനിക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടാകണമെങ്കിൽ എന്നിൽ ഈ ഫലങ്ങൾ വെളിപ്പെടണം. ഇത് പണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഇത് കഠിനമായ ഉപദേശം എന്ന് പറയുന്നു. ഇതാണ് ഇതിൻ്റെ വാസ്തവം. ഇതാണ് ഈ പുതിയ നിയമത്തിനകത്തെ സത്യവും പുതിയ നിയമത്തിനകത്തെ ശക്തിയും. അതാണ് പുതിയ നിയമത്തിനകത്ത് സത്യവും ശക്തിയും. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ പൗലോസപ്പോസ്തലൻ പറയുന്ന ജാതികളുടെ ഗതിയിൽ ഒരുപാട് സമൂഹത്തിൽ ഈ യേശുക്രിസ്തുവിനെ അറിയാത്ത വ്യക്തികളിലേക്ക് ഹിന്ദുക്കളും മുസ്ലിംസും ഒത്തിരി പേരുമായിട്ട് ഞാൻ ഇടപെടുന്നു. ഞാൻ അവരോട് ഈ പുതിയ നിയമം, മുസ്ലിംസ് പറയുമ്പോൾ അവർക്ക് വചനഗ്രന്ഥങ്ങൾ അറിയാവുന്നവരാണ്. പക്ഷേ പുതിയ നിയമത്തിനകത്ത് എന്താ അതിനകത്ത് വ്യത്യാസമെന്ന് പറയുമ്പോൾ ഒന്നാമത് അവർ യേശു ഒരു പ്രവാചകനെന്നല്ലാതെ ദൈവപുത്രനെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഇന്നലെ എറണാകുളത്തുണ്ടായിരുന്നു ഒരു വ്യക്തിയുമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഈസ് എ മുസ്ലിം, അവർ നമ്മളെ കഴിഞ്ഞ് നീതിബോധമുള്ളവർ. അപ്പം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നമ്മുടെ കർമാനുഷ്ഠാനങ്ങളല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിൻ്റെ പകരക്കാരനായെന്ന് വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ ഭാവം യേശുവിനും യേശുവിൻ്റെ നീതി എന്നിലും നൽകും. അങ്ങനെ വന്ന് നമ്മൾ ഈ ലോകത്തെ കറപ്ഷൻ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുമ്പോഴാണ് ഈ സ്നേഹം,
ദയ, ദീർഘക്ഷമ, എന്തൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിൽ വെളിപ്പെട്ട് വരും. അത് വെളിപ്പെട്ട് വരുമ്പോഴാണ് നമ്മളിലുള്ള ദൈവ പൈതൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മളൊരു ദൈവ പൈതലാണെന്ന് ലോകത്തിൽ വെളിപ്പെടുത്തുന്നത് നമ്മൾ വീശ പഠിച്ചിട്ടോ നീ അത് വിമർശിക്കാൻ എടുക്കണ്ട, പറഞ്ഞു പോയ വിമർശനങ്ങൾ. അപ്പോൾ അല്ലെങ്കിൽ വെള്ളം ഉടുത്തിട്ടോ അല്ലെങ്കിൽ ആഭരണം നീക്കിയിട്ടോ എന്ന് പറഞ്ഞാൽ അന്നക്കണ്ടത്തിൽ പറഞ്ഞു ആഭരണം ഇട്ടോളെ ഞാൻ പറഞ്ഞു, അതൊന്നും അല്ല ഞാൻ പറഞ്ഞു. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇത് നമ്മൾ ഈ ജഡത്തെ അല്ല, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനെ ആയുവത്തെ വായില്ലാത്ത പാലായി അതിനെ കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുക. ആ ഫലങ്ങൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഒത്തിരി പ്രസംഗിച്ചില്ലെങ്കിലും ആളുകൾ എന്താ നിങ്ങളങ്ങനെ ചെയ്യും, അതിന്നതാ കാരണം നമുക്ക് പറയാം. ഒരാൾ നമ്മളെ വേദനിപ്പിച്ചിട്ടോ അവരോട് യോഗ്യമായിട്ട് എന്താ പെരുമാറുന്നത്, അവരോട് എന്താ സ്നേഹമായിട്ട് പെരുമാറുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, യേശുക്രിസ്തു എന്നോട് ക്ഷമിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, അത് സാരമില്ല, എന്നിലുള്ള ദൈവസ്നേഹം വെളിപ്പെടും. അപ്പോൾ ഈ ഫലങ്ങൾ വെളിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അമ്പേ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് പൊതുസമൂഹത്തിൽ മാത്രമല്ല എന്നെക്കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ പറയുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെന്ന് നമ്മൾ നമ്മളെ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ വെളിപ്പെടണം. ഫലമില്ലാതെ വരങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് എൻഡ് ടൈമാണ്. നമുക്കറിയാം ഏത് വിധത്തിൽ ഏതെല്ലാം വിധത്തിൽ നമ്മളെ തെറ്റിച്ച് കളയുവാൻ നമ്മുടെ പ്രതിയോഗി എന്തെല്ലാം തന്ത്രങ്ങൾ ഒരുക്കുമ്പോഴും ഇഫ് യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്, നമ്മളെ പരിശുദ്ധാത്മാവാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് നിത്യതയിലെത്താൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു അകൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലിയതോ സ്നേഹം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ദൈവസ്നേഹം കൊടുക്കണം. ആ ദൈവസ്നേഹത്തിൻ്റെ പ്രധാനമായിട്ടൊന്നാണ് ഞാനെപ്പോഴും ഓർക്കും ഈ യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തത് ചുംബനത്താൽ അല്ലേ? സത്യം പറഞ്ഞാൽ അത് ഒത്തിരി ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന യൂദാസ് 30 വെള്ളിക്കാശ് മേടിച്ചിട്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പം കർത്താവ് ചോദിച്ചു, നീ എന്നെ ചുംബനത്താലാണ് കാണിച്ചു കൊടുത്തത്. അതെന്ത് ഭയങ്കര ഒരു ഡിസപ്ഷൻ. നമുക്കൊരാളോട് ഇഷ്ടമില്ലെങ്കിൽ കൈ കൊടുക്കാതിരിക്കാം. നിൻ്റെ മനസ്സും എൻ്റെ മനസ്സും ഒത്തിരിക്കുന്നെങ്കിൽ നമുക്ക് തന്നെ അനുഭവപ്പെടുത്താൻ ഒരു പ്രയാസമുണ്ട്. എന്താ പറയാത്തത്? ബ്രദറെ, നിങ്ങളത് ചെയ്തത് എനിക്ക് പ്രയാസമുണ്ട്. എന്ത് പറയാൻ എന്താ കഴിയാത്തത്? എനിക്കത് പ്രയാസമുണ്ട് എന്ന് പറയണം. നമുക്ക് നിരപ്പിൻ്റെ ശുശ്രൂഷയല്ലേ തന്നെ നമ്മളെ ദൈവത്തോട് നിരപ്പിക്കാനല്ലേ യേശുക്രിസ്തു പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഈശയ പരാമുഴക്കം ഈ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന 5-ാം അധ്യായം പറയുമ്പോൾ സ്നേഹോദസ് പറയുന്നു കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇച്ഛിക്കാതെയാണ് അവ തമ്മിൽ പ്രതികൂലം. ആത്മാവും കിടന്നു പറഞ്ഞു പ്രതികൂലമല്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ ഉള്ളവരുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, നവചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കുത്ത് എന്നിവ വിടുക. പിന്നെ ഇതിനകത്ത് എപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. നമ്മളൊത്തിരി അഭിപ്രായം പറയുന്നത്. ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ബ്രദർ, നിങ്ങൾ ഭയങ്കര വിശുദ്ധമാണ്, അതെന്നെ നിത്യതയിലെത്തിക്കും. നിങ്ങൾ വളരെ യോഗ്യമല്ലാതെ നടക്കുന്നു, അതെന്നെ നിത്യതയിലെത്തിക്കാതിരിക്കത്തില്ല. ഈ കർത്താവ് വളരെ സിമ്പിളായിട്ട് പറയുന്നില്ലേ, നിൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലേക്ക് അറിയില്ല. നമ്മുടെ കണ്ണിൽ കോല് കിടക്കുമ്പോൾ എന്തിനാ വല്ലവരുടെയും കണ്ണിൽ കണ്ണു കിടക്കാൻ നടക്കുന്നത്? ഇനി സമയം ഒട്ടുമില്ല. നമുക്കുള്ള സമയം നമ്മളെ തന്നെ ശോധന ചെയ്ത് ദൈവഹിതമല്ലാത്തതിനെ വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേരാനുള്ള സമയമേ ഉള്ളൂ. ആദ്യമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ളവരുടെ ന്യൂനത കാണാതിരിക്കും. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ശരി, അവർ തെറ്റ് ചെയ്തെങ്കിൽ ഒരു ദുർബല നിമിഷത്തിൽ അവർ തെറ്റ് ചെയ്തു കാണും. നമ്മളാരെ അവരെ വിധിക്കാൻ? മറ്റൊരാളെ വിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാളെ ക്രിറ്റിസൈസ് ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാളെ പരാമർശിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിനുള്ള യോഗ്യത നമുക്കെന്താ? ഇന്ന് രാഹാം വിളിച്ചാൽ ഞാൻ എടുക്കപ്പെടുന്നു. ഇവരെ ഞാൻ ചെയ്തതെല്ലാം വ്യക്തമല്ലേ? ഈ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ, ഇപ്പം നമ്മുടെ കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ നമ്മളവനെ കണ്ടം ചെയ്യുമോ? നമ്മളവൻ്റെ തെറ്റ് പരസ്യമാക്കുമോ?
നമ്മുടെ സ്വന്തം കുഞ്ഞ് ഒരു തെറ്റ് ചെയ്താൽ മാതാപിതാക്കന്മാർ അതിനെ മൂടി വെക്കാൻ ശ്രമിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ തെറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത് ഏതാത്മാവായത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുത്താൻ. ക്രോധം, കോപം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഏതിന്റെ ഫലമാണ്? മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താൻ നമുക്ക് ആരനുവാദം തന്നു? ഇതിനൊക്കെ കണക്ക് നമ്മൾ കൊടുക്കണ്ടേ? കാൽവരി ക്രൂശിൽ കിടന്ന യേശുക്രിസ്തുവിനെ ദുഷിച്ചവനോട് നീ എന്നോട് പർദീസയിലിരിക്കുമെന്ന് പറയാൻ കർത്താവിന് കഴിഞ്ഞു. ആ ക്രൂശിൽ കിടന്ന് പിതാവ് ഇവരെന്ത് ചെയ്യുന്നതെന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ കഴിഞ്ഞ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നില്ല. ഒരിക്കലും മറ്റൊരാളെ തേജോവധം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ തെറ്റുകളൊന്നും നീതീകരിച്ചോ തെറ്റ് ചെയ്തെല്ലാം ശരിയാന്നല്ല പറയുന്നില്ല. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്കറിയാവുന്ന ഒരാളിൽ ഒരു തെറ്റ് കണ്ടാൽ ശാന്തമായി അവരോട് പറയണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി 3 ദിവസം ഉപവസിക്കണം. എവിടെയാ ദൈവസ്നേഹം? നമ്മുടെ ഈ ഫലങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ക്രിസ്തുവിന്റെ സ്നേഹം. അവൻ പാപത്തെ ഇഷ്ടപ്പെടാത്തപ്പോൾ, ദ്വേഷിക്കുമ്പോൾ പാപിയെ സ്നേഹിക്കുന്ന കർത്താവ്. എവിടെയാ നമ്മൾ ദൈവസ്നേഹം? സാരമില്ല, പോട്ട്, അങ്ങനെ ഒരു അബ്ദം വന്നു, പോട്ട് എന്ന് പറയാൻ കഴിയും. എവിടെയാ ഫലം? നമ്മളും ലോകമനുഷ്യരും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ 1-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യരുടെ 2-ാം അധ്യായത്തിലാണ്, 3-ാം അധ്യായത്തിലാണ്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലല്ല, ജഡീകരോടെന്ന പക്ഷം ക്രിസ്തുവിൽ ശിശുക്കളെന്ന പോലെ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. എന്താ ജഡികന്മാരെന്ന് പറഞ്ഞു? ഇവരെ എല്ലാ ഉണ്ട്. ഇവരെക്കുറിച്ച് 1-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്ന അവരിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരാണെന്ന് പറഞ്ഞ, കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരാണെന്ന് പറഞ്ഞ, കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് കാത്തിരിക്കുന്നവരാണെന്ന് പറഞ്ഞ അവരോടാണ് പറയുന്നത്. എന്നാൽ നിങ്ങളോട് ക്രിസ്തുവിൽ ശിശുക്കളോട് എന്നവണ്ണം അത്ര എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമല്ല പാലത്ര തരുന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരാണ്. എന്താ ജഡീകന്മാരെന്ന് പറഞ്ഞു? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവിരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെയുമല്ലേ. ഈ ഫലങ്ങൾ നമ്മളിൽ വെളിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ശേഷം മനുഷ്യരെ പോലെ. നമ്മുടെ ശേഷം മനുഷ്യരെ പോലെ ആരാണോ ദൈവം നമ്മളെ വിളിച്ചത്? മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പൊ കർത്താവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കും. ഞാൻ ദൈവനിഷേധിയായിട്ട് നടന്ന ഒരാളാണ്. ഞാൻ ഒരു എത്തീസ്റ്റായിട്ട് ദൈവം ഇല്ലെന്ന് തെളിയിക്കാൻ അറിഞ്ഞ ഒരാളാണ്. ഞാൻ അത്രയും തെറ്റുകൾ ചെയ്യുമ്പോഴും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അന്യ ദൈവങ്ങളുടെ പുറകെ ഞാൻ പോയിട്ടുള്ളതാണ്. ഇതെല്ലാമായിട്ട് എന്നെ ദൈവം സ്നേഹിച്ചു. ഇന്ന് ഈ പുസ്തകം എൻ്റെ കയ്യിലെടുത്ത് ഇന്ന് ഈ തിരുവെഴുത്ത് പറയാൻ ദൈവത്തിനെ നിയമിച്ചെന്ന് പറയുന്നത് ദൈവത്തിന് സ്നേഹമാണ്. ആ സ്നേഹം എനിക്ക് മറ്റൊരാളോട് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈർഷ്യയും പിണക്കവും. അവൻ നമ്മുടെ പാപങ്ങളെ ഓർക്കുന്നില്ലെന്നാണ് പറയുന്നത്. നമ്മളൊരാൾ ചെയ്തത് പിന്നെ ഓർത്തോർത്തിരിക്കും. ഞാൻ ക്ഷമിച്ചു, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ലെന്നാണ്. പിന്നെന്താ ക്ഷമിച്ചു? നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ ഒരാൾ ചെയ്തത് മാഞ്ഞു പോട്ടെ, അവർ നമ്മളെ മുറിവേപ്പിച്ച് മാഞ്ഞു പോട്ടെ, ദൈവസ്നേഹം അവിടെ വരട്ടെ. ഈ ഫലങ്ങളില്ലാതെ നമുക്ക് എങ്ങനെ നമ്മുടെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ
ഫലങ്ങളുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പോയി ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവുകയും വിറ്റ്നസ് മീ എന്നെ കാണിച്ചു കൊടുക്കും. അതാ ഫലങ്ങളിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഇത് ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനെല്ലാം തികഞ്ഞോളാമെന്നല്ലേ പറഞ്ഞത്. നമുക്കൊന്നുകൂടെ തിരിഞ്ഞ് ചിന്തിക്കാം. കർത്താവിൻ്റെ വരെ ഏറ്റവും സമീപമായി അവൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ എടുക്കപ്പെടാൻ നമ്മളെല്ലാവരും ആരും നഷ്ടപ്പെട്ടു പോയിരിക്കേണ്ടതിന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നവരായി, ദൈവത്തിൻ്റെ മക്കളായി, പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്നവരായി ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.